ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഞാൻ +2 മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നെക്സ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സീവേജ് ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആ ഒരു പോർഷൻ എടുക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ബെലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കൂ. ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. Microbes in sewage treatment. We know that large quantities of wastewater are generated every day in cities and towns. A major component of this wastewater is human excreta. The municipal wastewater is called sewage. നമുക്കറിയാം, നമ്മുടെ സിറ്റീസും ടൗൺസിലും ഒക്കെ ദിനം പ്രതി ഒരുപാട് വേസ്റ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഹ്യൂമൻ എക്സ്ക്രീറ്റാസ് ആണ്. അപ്പൊ നമ്മൾ ഈ വേസ്റ്റ് വാട്ടറിനെ എല്ലാത്തിനെയും കൂടി നമ്മൾ പറയുന്ന പേരാണ് സീവേജ്. അതായത് ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ, നമ്മൾ കുളിക്കുന്നതും പാത്രം കഴുകുന്നതും അല്ലെങ്കിൽ ഡ്രസ്സ് കഴുകുന്നതും അങ്ങനത്തെ എല്ലാ വേസ്റ്റ് വാട്ടറും എല്ലാത്തിനെയും കൂടി ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് സീവേജ്. അപ്പോ ഇവിടെ അവർ പറയുന്നത്, അവരുടെ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ ഒരു വേസ്റ്റ് വാട്ടറിനെ നമ്മൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, അതായത് ദിവസം തന്നെ ഈ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ വേസ്റ്റ് വാട്ടേഴ്സും എല്ലാ വീടുകളിൽ നിന്നും വരുന്ന വേസ്റ്റ് വാട്ടേഴ്സ് എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെങ്ങനെയാണ് ഇതിനെയൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്ക് മുമ്പിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു നദിയിലോട്ട് ഒഴുക്കാനോ അങ്ങനെ ഒന്നും കഴിയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡയറക്റ്റ് ആയിട്ട് നദിയിൽ ഒഴുകി കഴിഞ്ഞാൽ നദി മൊത്തം പൊല്യൂട്ടായി, ഓൾറെഡി പൊല്യൂട്ടഡ് വാട്ടർ ആണ്, നദി മൊത്തം നശിക്കും അല്ലേ. അപ്പൊ ആ വാട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ മൊത്തം അസുഖങ്ങളൊക്കെ വന്നിട്ട് ഫുൾ ആകെ പ്രശ്നമാവും അല്ലേ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കതിന് ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷനായിട്ട് നമുക്ക് ആ വാട്ടറിനെ ട്രീറ്റ് ചെയ്ത്, അതായത് ഈ സീവേജ് വാട്ടറിനെ നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലെസ് പൊല്യൂട്ടഡ് വാട്ടർ ആക്കി മാറ്റി നമ്മൾ എന്നിട്ട് നദിയിലോട്ടോ കടലിലോട്ടോ പുഴയിലോട്ടോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാം. അപ്പോ അതെന്താണ് ആ സീവേജ് ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ എന്താണ് ആ സീവേജ് ട്രീറ്റ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. Okay, treatment of wastewater is done by heterotrophic microbes naturally present in the sewage. This treatment is carried out in 2 stages. Okay, നമ്മൾ ഇവിടെ കൂടുതലും ഹെറ്ററോട്രോപിക് ബാക്ടീരിയാസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ സീവേജ് ട്രീറ്റ്മെന്റിനെ രണ്ട് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ശ്രദ്ധിച്ച് കേൾക്കുക, കാരണം ഇത് നിങ്ങൾ ഈ ഒരു പോർഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പൊതുവെ ആർക്കും മനസ്സിലാകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഇത് വളരെ സിമ്പിൾ ആയിട്ട് വളരെ അർത്ഥവത്വത്തോടു കൂടിയൊക്കെ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കേൾക്കുക. ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് എന്താണ് സീവേജ് ട്രീറ്റ്മെന്റ് എന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ കേൾക്കുക, സീവേജ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് 2 സ്റ്റെപ്സിലൂടെയാണ്. ഓക്കെ, ഫസ്റ്റ് ട്രീറ്റ്മെന്റിനെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിനെ നമ്മൾ പറയുന്നത് പ്രൈമറി ട്രീറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റെപ്പിനെ നമ്മൾ പറയുന്നത് സെക്കൻഡറി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. അങ്ങനെ 2 നെയിമും സെക്കൻഡറി ട്രീറ്റ്മെന്റിനുണ്ട്. അപ്പോൾ എന്താണ് പ്രൈമറി ട്രീറ്റ്മെന്റ്? പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2 സ്റ്റെപ്പുകളാണ് പിന്നെയുള്ള, സബായിട്ട് 2 സ്റ്റെപ്പുകൾ എഗെയിൻ ഉണ്ട്. ഫിൽട്രേഷൻ, സെഡിമെന്റേഷൻ. ഇങ്ങനെ 2 സ്റ്റെപ്പുകളാണ് പ്രൈമറി ട്രീറ്റ്മെന്റിനകത്ത് ഉള്ളത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഈ പ്രൈമറി ട്രീറ്റ്മെന്റിനകത്ത് ഫിൽട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫിൽട്ടർ ചെയ്യുക. ഇപ്പൊ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചായ അരിച്ചെടുക്കത്തില്ലേ, ഒരു അരിപ്പ, അങ്ങനെ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു, ഗ്രിറ്റ് എന്ന് പറയും. അങ്ങനെ ഒരു സാധനം നമ്മൾ ഒരു പെട്ടിക്കകത്ത് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഈ വേസ്റ്റ് വാട്ടർ എല്ലാം അതിനകത്തോട്ടാണ് പോകുന്നത്, ഈ സീവേജുകളെല്ലാം അതിനകത്തോട്ട് പോകും. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള ഇപ്പം കല്ലുകളും അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മൾ ചായപ്പൊടി തന്നെ നമ്മൾ അരിച്ചെടുക്കുന്നില്ല, ചായപ്പൊടി പോലെ തന്നെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്തെടുക്കും. എന്നിട്ട് ഈ വാട്ടറും അതിനകത്തുള്ള ബാക്കിയുള്ള സ്മോൾ പാർട്ടിക്കിൾസും എല്ലാം കൂടി ആ അരിപ്പയിൽ കൊള്ളാത്ത ബാക്കിയെല്ലാം കൂടി താഴോട്ട് ആ വലിയ പാത്രത്തിലോട്ട് പോകും അല്ലേ. അപ്പോ ആ സെന്റൻസ് ഞാൻ വായിച്ചു തരാം. ദീസ് ട്രീറ്റ്മെന്റ് steps basically involve physical removal of particles large and small from the sewage through filtration and sedimentation. ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേറ്റ് എക്സാമിന്. These are removed in stages. Initially, floating debris is removed by sequential filtration. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ തിക്കായിട്ടുള്ള പാർട്ടിക്കിൾസിനെ എല്ലാം നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഫിൽട്രേഷൻ വഴിയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ദെൻ ദ ഗ്രിറ്റ്, സോയിൽസ് ആൻഡ് സ്മോൾ പെബിൾസ് ആർ റിമൂവ്ഡ് ബൈ സെഡിമെന്റേഷൻ. അപ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് സെഡിമെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിക്കുക, ഒരു പാത്രം, ആ പാത്രം, ഇപ്പോൾ ഒരു പാത്രം സങ്കല്പിക്കൂ,
അവിടെ നിങ്ങൾ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ സീവേജ് വാട്ടർ എല്ലാം കൂടി നിങ്ങൾ ഇതിനകത്ത് തട്ടി. അപ്പൊ എന്ത് സംഭവിക്കുന്നു? വലിയ 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 കല്ലുകൾ ഉള്ളതൊക്കെ ഈ അരിപ്പയിൽ തങ്ങി നിന്നിട്ട് ബാക്കി ആ അരിപ്പയിൽ കൂടി പോകുന്നതെല്ലാം എന്ത് ചെയ്തു? ഈ വലിയ പാത്രത്തിനകത്ത് വീണു. അപ്പോ ഇനി എന്ത് ചെയ്യും? ഈ പാത്രത്തിനകത്ത് കുറച്ചു നേരം ഇങ്ങനെ വെച്ചിരിക്കുമ്പോ ഈ ഉള്ള ലിക്വിഡില്ലേ, ഈ സീവേജ് വാട്ടറിനകത്ത് ഇനിയും കുറെ ഈ അരിപ്പയെ കൂടി പാസ് ചെയ്ത് പോയ ചെറിയ സോയിൽസും പെപ്പിൾസും ഒക്കെ ഉണ്ടാവും അല്ലെ. അവരൊക്കെ എന്ത് ചെയ്യും? സെഡിമെന്റ് ചെയ്യാൻ തുടങ്ങും. അതായത് താഴെ അടിയിൽ അടിഞ്ഞു കൂട്ടാൻ തുടങ്ങും. അതിങ്ങനെ അടിഞ്ഞുകൂടി ഒരു കുമ്പാരം ആയിക്കോട്ടെ, മേലെ അപ്പൊ എന്ത് ചെയ്യും? ഒരു ക്ലിയർ പോലത്തെ ഒരു ലിക്വിഡ് മേലെ കാണും, താഴെ അടിഞ്ഞുകൂടിയ സെഡിമെന്റ്സുകളും ഉണ്ടാകും. അപ്പൊ നമ്മൾ ഈ അടിഞ്ഞുകൂടിയ സാധനത്തിന് എന്തെന്ന് പറയും? നമ്മൾ പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയും. മനസ്സിലായോ? താഴെ അടിഞ്ഞുകൂടിയ സാധനത്തിന് നമ്മൾ പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയും. ഈ മേലെ കാണുന്ന ഈ ലിക്വിഡ് പോർഷൻ ഇല്ലേ, ആ ലിക്വിഡ് പോർഷൻ നമ്മൾ എഫ്ലുവന്റ് അല്ലെങ്കിൽ സൂപ്പർ നേറ്റന്റ് എന്ന് പറയും. തിരിഞ്ഞു പോകരുത്. ഇത് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നതും തെറ്റാണ്, പഠിക്കുന്നതും തെറ്റാണ്. അതുകൊണ്ട് നോക്കുക, മേലെ ലിക്വിഡിനെ നമ്മൾ എഫ്ലുവന്റ് എന്ന് പറയും, അടിഞ്ഞുകൂടുന്നതിനെ നമ്മൾ പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയും. All solids that settle form primary sludge and the supernatant form the effluent. Proper അല്ലേ? The effluent from the primary settling tank is taken for secondary treatment. ഇനി നമ്മൾ ഇതിൽ നിന്ന് എഫ്ലുവന്റിനെ എടുത്തോണ്ട് പോകും. എന്തിനാണ്? സെക്കൻഡറി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ ഈ സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. പ്രൈമറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, എല്ലാത്തിനെയും ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ട്രീറ്റ്മെന്റിന്റെ ഉദ്ദേശം. കഴിഞ്ഞു. നെക്സ്റ്റ് സെക്കൻഡറി ട്രീറ്റ്മെന്റ്. സെക്കൻഡറി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. ദ പ്രൈമറി എഫ്ലുവന്റ് ഈസ് പാസ്ഡ് ഇൻ ടു എ ലാർജ് എയറേഷൻ ടാങ്ക് വേർ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി അജിറ്റേറ്റഡ് മെക്കാനിക്കലി ആൻഡ് എയർ ഈസ് പംപ്ഡ് ഇൻ ടു ഇറ്റ്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു വലിയ എയറേഷൻ ടാങ്കിനകത്തോട്ട് നമ്മൾ ഈ എഫ്ലുവന്റിനെ പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ സൂപ്പർ നെറ്റ്, ഈ ലിക്വിഡിനെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ നമ്മളൊരു മെക്കാനിക്കലി അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മോട്ടോഴ്സ് മെഷീൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അജിറ്റേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിന് ഇങ്ങനെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. ഒരു സൈഡിൽ നിന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, വേറൊരു സൈഡിൽ നിന്ന് എയറേഷൻ ടാങ്ക് എന്ന് പറയുമ്പോഴേ ഓർക്കുക, അതിനകത്ത് ഓക്സിജൻ എയർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ എയറേഷൻ ടാങ്കിൽ ഒരു സൈഡിൽ കൂടി എയർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും, വേറൊരു സൈഡിൽ കൂടി ആ എഫ്ലുവന്റിനെ മൊത്തം അജിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ഓക്സിജൻ എയർ കയറുമ്പോൾ ഈ എയറിനകത്ത് എന്തൊക്കെയുണ്ട്? ബാക്ടീരിയാസ്, എയറോബിക് ബാക്ടീരിയാസ്. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. എയറോബിക് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോ നെക്സ്റ്റ് നമ്മളിപ്പോ എയറൊക്കെ പമ്പ് ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ദിസ് അലോസ് വിഗറസ് ഗ്രോത്ത് ഓഫ് യൂസ്ഫുൾ എയറോബിക് മൈക്രോബ്സ് ഇൻ ടു ഫ്ലോക്സ്. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ എയറോബിക് ബാക്ടീരിയാസ് എല്ലാം കൂടി വന്നിട്ട് ഫ്ലോക്സുകളായിട്ട് മാറുന്നു. എന്താണ് ഫ്ലോക്സ്? എപ്പോഴും ചോദിക്കുന്ന ഒരു എൻട്രൻസ് പോയിന്റ് ആണ് ഫ്ലോക്സ്. അതായത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും, മാസസ് ഓഫ് ബാക്ടീരിയ അസോസിയേറ്റഡ് വിത്ത് ഫംഗൽ ഫിലമെന്റ്സ് ടു ഫോം മെഷ് ലൈക്ക് സ്ട്രക്ചേഴ്സ് എന്ന് നിങ്ങൾക്ക് തരും. അതിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓപ്ഷൻസ് ഇങ്ങനെ തന്നിട്ടുണ്ടാവും, പല പല പേരുകളൊക്കെ ആയിട്ട്. അപ്പോ ഫ്ലോക്സ് എന്ന് കുത്താൻ മറക്കരുത്, കേട്ടല്ലോ. അപ്പോൾ ബാക്ടീരിയയും ഫംഗലും തമ്മിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെഷ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. അതാണ് ഫ്ലോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവരെന്താ ചെയ്യുന്നത്? വൈൽ ഗ്രോയിങ് ദീസ് മൈക്രോബ്സ് കൺസ്യൂം ദ മേജർ പാർട്ട് ഓഫ് ദ ഓർഗാനിക് മാറ്റർ ഇൻ ദ എഫ്ലുവന്റ്. അപ്പോൾ ഈ മൈക്രോബ്സുകളെല്ലാം എന്ത് ചെയ്യും? ഈ വെള്ളത്തിലുള്ള, അതായത് ഈ എഫ്ലുവന്റിലുള്ള, ഈ എയറേഷൻ ടാങ്കിനകത്തുള്ള എഫ്ലുവന്റിനകത്തുള്ള ഓർഗാനിക് മാറ്റേഴ്സിനെ കൺസ്യൂം ചെയ്യാൻ തുടങ്ങുമ്പോൾ this significantly reduce the biochemical oxygen demand. ഇപ്പൊ നമ്മളൊരു പുതിയ വേർഡിലോട്ട് വന്നു, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് BOD എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് തരും, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് തരും, അങ്ങനെ പല ഓക്സിജൻ ഡിമാൻഡുകളും തരും. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുക, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ് നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം അത് നിങ്ങൾ തെറ്റാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഓഫ് ദ എഫ്ലുവന്റ്. അപ്പൊ നമുക്ക് ചോദിക്കും, എന്താണ് ഈ BOD? എന്താണ് ഈ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്? See, biochemical oxygen demand refers to the amount of oxygen that would be consumed if all the organic matter in 1 liter of water were oxidized by the bacteria. ഇത്രയൊന്നുമില്ല, 1 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ഓർഗാനിക് മാറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഓർഗാനിക് മാറ്ററിനെ ബാക്ടീരിയാസിന് കൺസ്യൂം ചെയ്യാൻ എത്ര എമൗണ്ട് ഓക്സിജൻ വേണം? അതിന് പറയുന്നതാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. സിമ്പിൾ. അതായത് 1 ലിറ്റർ വെള്ളമുണ്ട്, 1 ലിറ്റർ എഫ്ലുവന്റ് ഉണ്ട്, അതിനകത്ത് ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ട്, അതിനെ കൺസ്യൂം ചെയ്യാൻ ബാക്ടീരിയാസിന് എത്ര ഓക്സിജൻ വേണം? അതാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇതിന്റെ ഒരു ക്രക്സ് പോയിന്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സെന്റൻസ് ആണ്. The sewage water is treated till the biochemical oxygen demand is reduced. ഇതല്ല, the biochemical oxygen demand test
measures the rate of uptake of oxygen by the microorganism in a sample of water, and thus indirectly BOD is a measure of organic matter present in the water. അതായത് എത്ര എമൗണ്ട് ഓക്സിജൻ വേണമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഇതിൽ നിന്ന്. അപ്പോൾ ഓർഗാനിക് മാറ്റർ കൂടുതലുണ്ടെങ്കിൽ ഓക്സിജൻ ഡിമാൻഡും കൂടും അല്ലെ. ഇതാണ് നമുക്ക് ഈ സെന്റൻസിൽ നിന്ന് അവർ പറഞ്ഞു തരുന്ന കാര്യം. ഇതിൽ നിന്ന് നെക്സ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ എൻട്രൻസ് പോയിന്റ്. അതായത് ദ ഗ്രേറ്റർ ദ BOD ഓഫ് വേസ്റ്റ് വാട്ടർ മോർ ഈസ് ഇറ്റ്സ് പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ. BOD കൂടിക്കഴിഞ്ഞാൽ പൊല്യൂട്ടന്റ് കൂടുതൽ എന്നർത്ഥം. മനസ്സിലായോ? അതായത് പൊല്യൂട്ട് വാട്ടറിൽ എന്താ സംഭവിക്കുന്നത്? ഒരുപാട് മെറ്റീരിയൽസുകൾ ഉണ്ട്. ആ മെറ്റീരിയൽസിനെ ഈ ബാക്ടീരിയാസിന് കൺസ്യൂം ചെയ്യാൻ ഒരുപാട് ഓക്സിജൻസ് വേണം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? BOD കൂടുന്നു. അതായത് പൊല്യൂട്ടഡ് വാട്ടർ ആണെങ്കിൽ BOD കൂടും. അതാണ് ഇവിടത്തെ ക്രക്സ് എന്ന് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം BOD കഴിഞ്ഞു കേട്ടോ. വൺസ് ദ BOD ഓഫ് സീവേജ് ഓർ വേസ്റ്റ് വാട്ടർ ഈസ് റെഡ്യൂസ് സിഗ്നിഫിക്കന്റ്ലി, ദ എഫ്ലുവന്റ് ഈസ് ദെൻ പാസ്ഡ് ഇൻ ടു സെറ്റ്ലിംഗ് ടാങ്ക് വെയർ ദ ബാക്ടീരിയൽ ഫ്ലോക്സ് ആർ അലൗഡ് ടു സെഡിമെന്റ്. അതായത് നമ്മുടെ BOD കുറയുമ്പോഴത്തേന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ എഫ്ലുവന്റിനെ നമ്മൾ വെറും സെറ്റ്ലിംഗ് ടാങ്കിലോട്ട് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ സെറ്റ്ലിംഗ് ടാങ്കിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഓൾറെഡി എയറോബിക് ബാക്ടീരിയാസും ഫ്ലോക്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അവരൊക്കെ എന്ത് ചെയ്യും? ഈ സെറ്റ്ലിംഗ് ടാങ്കിൽ അടുത്ത ടാങ്കിലോട്ട് മാറ്റിയേ, അത് ഓർക്കണേ. അപ്പം ഈ ടാങ്കിന്റെ അകത്ത് എന്ത് ചെയ്യും? സെഡിമെന്റ് ചെയ്യാൻ തുടങ്ങും. ആര്? ഈ ഫ്ലോക്സും ബാക്ടീരിയാസും ഒക്കെ മൈക്രോബ്സും ഒക്കെ സെഡിമെന്റ് ചെയ്യാൻ തുടങ്ങും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. പ്രൈമറി സ്ലഡ്ജ് എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ പഠിച്ച പ്രൈമറി എന്തായിരുന്നു ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഫസ്റ്റ് എഫ്ലുവന്റും സെഡിമെന്റുമായിട്ട് വന്ന ആ പോർഷനെയാണ് നമ്മൾ പ്രൈമറി സ്ലഡ്ജ് എന്ന് വിളിച്ചത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എയറേഷൻ ടാങ്കിനകത്ത് നിറച്ചു. എയറേഷൻ ടാങ്കിൽ നിന്ന് നമ്മൾ തിരിച്ച് സെറ്റ്ലിംഗ് ടാങ്കിലോട്ട് പോയി. സെറ്റ്ലിംഗ് ടാങ്കിലോട്ട് പോയപ്പോഴത്തേനും ഈ ഫ്ലോക്സുകളും മൈക്രോബ്സും ഫ്ലോക്സും കൂടി ചേർന്നിട്ടാണ് ഞാൻ മോക്സ് എന്ന് പറയാൻ വന്നത്. ഓക്കെ, ഫ്ലോക്സും മൈക്രോബ്സും എല്ലാം കൂടി സെഡിമെന്റ് ചെയ്യാൻ തുടങ്ങി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. A small part of activated sludge is pumped back into the aeration tank to serve as the inoculum. അതായത് ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനകത്ത് ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടല്ലോ, ഒരുപാട് ഫ്ലോക്സുകൾ ഉണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മൈക്രോബ്സിലാണ് പഠിച്ചത്. മൈക്രോബ്സ് നമ്മൾ പഠിച്ചായിരുന്നു. നമ്മൾ ലാക്ടിക് ആസിഡ് ബാസിലായി പഠിച്ചപ്പോഴത്തേന് ബാക്ടീരിയനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് കേടിനെ നമ്മൾ ഇനോക്കുലം ആയിട്ട് ആഡ് ചെയ്യും, മിൽക്കിനെ വേഗം കേടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു. അതേ സംഭവം തന്നെയാണ് ഇവിടെയും. കുറച്ച് ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ നമ്മൾ കുറച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് എയറേഷൻ ടാങ്കിലോട്ട് തിരിച്ചു വിടും. കാര്യം എന്താ വെച്ചാൽ അവിടെ ഓൾറെഡി ബാക്ടീരിയാസും ആഡ് ചെയ്യിപ്പിച്ച് ആ പ്രവർത്തനം അങ്ങോട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ ശേഷം ഇനി ബാക്കിയുള്ള ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ ദ റിമൈനിങ് മേജർ പാർട്ട് ഓഫ് ദ സ്ലഡ്ജ് ഈസ് പംപ്ഡ് ഇൻ ടു ദ ലാർജ് ടാങ്ക്സ് കോൾഡ് അനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ബാക്കി ഉണ്ടായിരുന്ന ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ നമ്മൾ വേറെ ഒരു അനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സിനകത്ത് അതൊരു വലിയ പെട്ടിയാണ്, അതിനകത്ത് കൊണ്ടിടുന്നു. അപ്പൊ ആ പേര് തന്നെ കേൾക്കുക, അനൈറോബിക്. അനൈറോബിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ല. അപ്പൊ അവിടെ ഉള്ളത് ആരാണ്? അനൈറോബിക് ബാക്ടീരിയാസ് ആയിരിക്കും അവിടെ ഉള്ളത്. മെയിൻ ആയിട്ടുള്ളത് ഏത് ബാക്ടീരിയ ആണ്? മെത്തനോ ബാക്ടീരിയമാണ് അവിടെ ഉള്ളത്. അത് നമ്മളിനി പഠിക്കും കേട്ടോ. ചീവീടിന്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. അത് ഞാൻ കുറെ നേരത്തെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, അത് മാറുന്നില്ല. എന്ത് ചെയ്യാനാണ്? പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? നല്ല സൗണ്ട് ഉണ്ടാക്കി വരുന്നുണ്ട്. എന്നെ ഉപദ്രവിച്ച് അടങ്ങുള്ളൂ എന്ന് തോന്നുന്നു. Here, other kinds of bacteria which grow anaerobically digest the bacteria and fungi in the sludge. അപ്പം ഈ അനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സിനകത്തുള്ള ഈ അനൈറോബിക് ബാക്ടീരിയാസ് എന്ത് ചെയ്യുന്നു? ഈ ഫ്ലോക്സിനെയും മൈക്രോബ്സിനെയും ഒക്കെ ഡൈജസ്റ്റ് ചെയ്യുന്നു. During this digestion, bacteria produce a mixture of gases such as methane, hydrogen sulfide and carbon dioxide. These gases form biogas and can be used as the source of energy as it is inflammable. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഡൈജഷൻ അനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സിനകത്ത് ഡൈജഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബാക്ടീരിയാസും ഒക്കെ എന്ത് ചെയ്യുന്നു? കുറെ ഗ്യാസസ് റിലീസ് ചെയ്യുന്നു. മെയിൻ ഗ്യാസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മീഥെയിൻ, ഹൈഡ്രജൻ സൾഫൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഈ ഒരു പോർഷൻ ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ 3 ഗ്യാസസിനെ നമ്മൾ പറയുന്ന പേരാണ് ബയോഗ്യാസ്. ഈ ബയോഗ്യാസിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു എനർജി ഫ്യൂവൽ ആണ്. നമുക്ക് കുക്കിങ്ങിനും ലൈറ്റിനിങ്ങും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇൻഫ്ലേമബിൾ ആണ്, കത്തിപ്പിടിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ബയോഗ്യാസ് എന്ന് വിളിച്ചു. The effluent from the secondary treatment plant is generally released into the natural bodies like river and streams. ഇനി നമുക്ക് കടലിലോ നദിയിലോ പുഴയിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴുക്കാൻ കാരണം പൊല്യൂട്ടൻസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് യു ക്യാൻ അപ്രീഷിയേറ്റ് ഹൗ മൈക്രോഫ്ലേ. ആ ഒരു പോർഷനകത്ത്, ആ ഒരു പാരഗ്രാഫിനകത്ത് ഒന്നും ഇല്ല കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് ഒന്നും പഠിക്കാനില്ല, ഒരു പോയിന്റ്സും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇല്ല. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. അതായത്
Ministry of Environment and Forest has initiated Ganga Action Plan and Yamuna Action Plan. അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പുണ്യ നദികളായ ഗംഗ യമുനയൊക്കെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വേസ്റ്റും ഒക്കെ കൊണ്ട് സീവേജ് വാട്ടേഴ്സ് എല്ലാം ഡിസ്പോസ് ചെയ്യുന്നത് കാരണം അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ഒരു പ്ലാൻ ആക്ഷൻ കൊണ്ടുവന്നു. അതായത് ഈ ഗംഗ ആക്ഷൻ പ്ലാനും അതുപോലെ യമുന ആക്ഷൻ പ്ലാനും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നദികളുടെ ചുറ്റും ഇതുപോലെയുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സുകൾ ഒരുപാട് സ്ഥാപിക്കുക. അങ്ങനെ സ്ഥാപിക്കുന്നതിലൂടെ നമ്മുടെ നദികളെല്ലാം പൊല്യൂട്ടഡ് ആകുന്നതിന് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് സൗണ്ട് ഉണ്ടാക്കുന്നു കേട്ടോ, ഒരുപാട് സൗണ്ട് ഉണ്ടാക്കുന്നു. ഇത് ഒട്ടും സഹിക്കബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല, അൺസഹിക്കബിൾ ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ഈ പോർഷൻസ് നിർത്തുന്നു. നെക്സ്റ്റ് പോർഷൻ മൈക്രോബ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്, അതും കൂടി എടുത്ത് തീർക്കാന്നാണ് ഞാൻ ഇപ്പൊ വിചാരിച്ചത്. ഇത് നടക്കുന്ന കാര്യമല്ല, ഈ വീഡിയോയിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാവും, അത് ശരിയാവത്തില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്, മടിക്കരുത്. യുവർ ക്വാറന്റൈൻ ടീച്ചർ, ഇൻസ്റ്റാഗ്രാം യുവർ ക്വാറന്റൈൻ ടീച്ചർ, ഫേസ്ബുക്ക് യുവർ ക്വാറന്റൈൻ ടീച്ചർ, ഇപ്പോൾ ടെലഗ്രാം യുവർ ക്വാറന്റൈൻ ടീച്ചർ. എന്തിനു വേണമെങ്കിലും നിങ്ങൾ ഡൗട്ട് വെച്ചോളൂ. ഐ എം ദേർ. ബൈ. ഇത് സഹിക്കത്തില്ല. ബൈ.